ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എല്ലാം മനോഹരമായിരുന്നു. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ ഒരു സംശയത്തോടു കൂടി എന്റെ വിധി അവസാനിപ്പിക്കുകയാണ്. സംശയം എന്നും നല്ലതാണ്. ദുരന്തം അല്ലെങ്കിൽ ദുരന്തർ എന്നൊരു പേരിട്ട സിനിമ. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? അപ്പൊ ആരും അങ്ങനെ പേരിടാൻ മുതിരില്ല. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ലൈഫ് കാണാം. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറ. കാരണം ഒരു ദുരന്തം. പക്ഷെ അതിലെ പാട്ട് സൂപ്പർ ഹിറ്റ് ആയത് എങ്ങനെ? സിറ്റുവേഷനായിട്ടൊരു ബന്ധമില്ല. ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. പാറുവിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്. ആ ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ദുരന്തർ എന്നൊരു പേര്. അപ്പൊ ഒരു ദുരന്തം പേരിടാൻ തന്നെ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും പേടിക്കും. ഒരു പടത്തിന്റെ പേര് ദുരന്തം എന്നോ അല്ലെങ്കിൽ 100 നിലയെ പൊട്ടി എന്നൊരു പടം ഇടുവോ? ഭ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ദുരന്തം എന്ന് ഇട്ടിട്ട് ഈ പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അയാൾക്ക് എന്തിന്റെ കേടാണ്? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? അതിന്റെ മാത്രം ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഭ്രാന്താണോ? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. സാർ ഒരു 10,000 രൂപ ഇത് ഒതുക്കാൻ പറ്റും? പറ. അതിന് ഉത്തരമില്ല. ഒന്ന് വിളിച്ചോണ്ട് പോടോ. ഞാൻ പറഞ്ഞത് ആ മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടർ ഒരു ദുരന്തമല്ലാത്തത് കൊണ്ടാണ്. അടിപൊളി. എന്തോ ചെയ്യുമെന്ന് പറ. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് ആ പാട്ട് ഹിറ്റ് ആയത്. മഞ്ജരിയുടെ റിലേറ്റീവ് വല്ലോണം. എന്ത് ചീഞ്ഞ കോമഡിയാണ്. കൊള്ളൂലല്ലേ? എല്ലാത്തിനും ഉത്തരവുണ്ട്. അതെ അതെ അതെ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ.